തനൂർ വടക്കേപ്പള്ളിക്കരികിലെ കുറച്ച് വിശേഷങ്ങളാണെന്ന് പങ്കുവെക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ജാബിസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങോട്ടാ വന്നാണ്? ഉത്തരം പറയും. താനൂർ എവിടെ? വടക്കേപ്പള്ളി അല്ലേ? അപ്പോൾ എല്ലാവരും പൈസ കിട്ടിയാ? നിൻ്റെ വക എന്താ വേണ്ടി? പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ ഇഷ്ടമുള്ളത് മേടിച്ചോ. ഇഷ്ടമുള്ളത് മേടിച്ചോ. എൻ്റെ വക പൈസ മേടിച്ചോ. ഇവർക്ക് വേണ്ടേ കുടിക്കട്ടെ, നമ്മളെ മക്കളാണിത്. എന്താ വേണ്ടി എടുത്തോ, ഒന്നും പ്രശ്നമില്ല. 60 വർഷം പഴക്കമുള്ള ഒരു കടയാണിത്. നമ്മുടെ എളാരങ്കടപ്പുറം പള്ളീൻ്റെ തൊട്ടടുത്തുള്ള വടക്കേപ്പള്ളി അല്ലേ? വടക്കേപ്പള്ളിയാണ് ശരിക്കുള്ള പേര് അല്ലേ? ഈ ഒരു ബിൽഡിങ്ങിന് എത്ര വർഷം പഴക്കമുണ്ട്? ബിൽഡിങ്ങിന്റെ ഇതാണ്. പിന്നെ ആദ്യത് ഒരു ഓല മേഞ്ഞിട്ട് ഉള്ളിൽ, ആ ഓല മേഞ്ഞ് ഷെഡിന്റെ ഉള്ളിൽ പിന്നെ ഒരു പെട്ടിക്കൂടായിരുന്നു എന്റെ ചെറുപ്പത്തി. അതിപ്പോ ഏകദേശം 10-55 വർഷമാവും ഇത് ഇക്കോലത്തിലായി. അതായത് ഓല മേഞ്ഞ ഒരു ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. ഓല മേഞ്ഞ ഒരു ഷെഡായിരുന്നു. ആ ഷെഡിന്റെ ഉള്ളിൽ പെട്ടിക്കൂടാണ്. മരത്തിന്റെ മുമ്പത്തെ പെട്ടിക്കൂട് അറിയില്ല? അതെ അതെ, പെട്ടിക്കൂടായിരുന്നു. ആ പെട്ടിക്കൂടിലായിരുന്നു കുഞ്ഞാക്ക കച്ചവടം. ഓല ഷെഡിന്റെ 2 ഭാഗത്തും ചട്ടിയും കലൊക്കെ. കുഞ്ഞാക്കാന്നുള്ള ആളായിരുന്നു കുഞ്ഞാക്ക. അവരെ കടം വീട്ടിൽ കുഞ്ഞാവാന്ന് പറഞ്ഞ ആള്. അവര് മൂപ്പര തന്നെയാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടില്ല. ഭാര്യയാണ് കൊണ്ടെടുക്കുന്നത്. മൂപ്പര സ്മരണൊക്കെ ആയിട്ട് നിലനിർത്തിയതാണ്. നിങ്ങളെ പേര്? എന്റെ പേര് ഹംസക്കുട്ടി. ഹംസക്കുട്ടിയൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷം? ഞാൻ ഇപ്പൊ 5 വർഷമായിട്ടുള്ളൂ. ഇതിന് മുമ്പ് 5 വർഷം നടത്തി. ഏത് വർഷം? 93 മുതൽ 2003, 98 മുതൽ 2003 വരെ. 1998 ഗൾഫിൽ പോയി. 1998 മുതൽ 2003 വരെ 5 വർഷം. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 5 വർഷം. നിങ്ങൾ ഗൾഫ് പോയതിന്റെ ഒരു ഇതായിരിക്കും പഴയ റേഡിയോ. ഞാൻ ഒരു അവിടുന്ന് വാങ്ങിയതാണ്. പിന്നെ വീട്ടില് കാസറ്റിന്റെ ഇത് സിസ്റ്റം അത് കേടെന്തിക്കണം. അത് ആ ഒരു 10-15 വർഷം വീട്ടില് ഉപയോഗിക്കാതെ കിടക്കായിരുന്നു. TV ഉണ്ടായിരുന്നു. ടിവിന്റെ മോന് സുഖമില്ലാത്തോട് മോന് കാണിക്കരുത് ഡോക്ടർ പറഞ്ഞപ്പോ TV ഒഴിവാക്കി. പിന്നെ റേഡിയോ ആക്കി. പിന്നെ ഇപ്പം റേഡിയോ മൊബൈലാണ്. 2 വയസ്സ് ഞാൻ കൊടുത്തത്. പൈസ കൊടുക്കണം. പൈസ കേട്ടാ. എത്ര പൈസ ഉണ്ട് കയ്യില്? 2 രൂപ. നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടി പറയും? ഫോട്ടോ എടുത്തല് നോക്ക്, അപ്പോഴല്ലേ രസം ഉണ്ടായാലും. എന്താണ് പേര്? എന്താ പേര്? ആ, നല്ല ഫാത്തിമ അല്ലേ? നല്ല ഫാത്തിമ എന്ന പേര്. എന്താണ് മോന്റെ പേരെന്താ? പേര് പറയ്. നിങ്ങളെന്താണ് കൊടുക്കണ്? കട്ടുറുമ്പുണ്ടോ അവിടെ? ഉറുമ്പിനെ പൊക്കാനോ? അപ്പൊ ഉറുമ്പ് കടിക്കൂലേ? അതെന്താ കാരണം? അല്ല, ഇനി ഐസ് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം കേട്ടോ ഉസ്മാനെ. ഇനി ക്യാഷ് ഉണ്ടെങ്കിൽ ഐസ് തരുള്ളൂ. എൻ്റെ ഐസ് കഴിഞ്ഞോ? ഇത് പറയും നമുക്കിതിൽ ഒരു ഐസ് പറയും. ഇഷ്ടമുള്ള കുടിക്കാം അവർക്ക്. ഏത്? കോലുമുട്ടായി. പിന്നെ അടുത്ത ആൾക്ക് അനക്ക് ഏതാണ്? മിച്ചറ്. ഈ കുട്ടിക്ക് എന്താ വേണ്ടി? ഈ ചെറിയ ആൾക്ക് ഏത്? ആ, ഓക്കെ. നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തോളൂ. നിങ്ങൾ എടുത്തിട്ട് ബാക്കി കാര്യം. ഓക്കെ, ഇഷ്ടമുള്ള കുടിക്കും. എല്ലാരും ഹാപ്പിയായാ? ഇങ്ങനെ കാണിക്കുന്ന? യെസ്. നിങ്ങൾ ഹാപ്പി ആയോടോ? ഹാപ്പി 2 കൈ കാണിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി. ആ, നിങ്ങൾ ഹാപ്പി ആയോ? പറയ്, അഭിപ്രായം പറയണം. എന്താ അഭിപ്രായം? ടേസ്റ്റ് ഉണ്ടോ? എത്ര ടേസ്റ്റ് ഉണ്ട്? 10 ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ടേസ്റ്റ് ഉണ്ട്? അവർക്കും 10. നിങ്ങൾക്കോ? അവർക്ക് 5 ടേസ്റ്റ് ഉള്ളൂ. 5, 1, 2, 4 ടേസ്റ്റ്. ഓക്കെ അല്ലേ? അവർക്ക് 4 ടേസ്റ്റ്. നിങ്ങൾക്ക് എത്ര ടേസ്റ്റ് ഉണ്ട്? അവർക്ക് 2 ടേസ്റ്റ്. ഇവിടേക്ക് 4, 5. അയ്യോ, അപ്പം എല്ലാവർക്കും കിട്ടി. അങ്ങനെ നടന്നു പോയാൽ നമ്മുടെ എന്താ പറയുക, വടക്കേ പള്ളി കാണാം. വടക്കേ പള്ളി നല്ല രസമാണ്.
ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയാൽ മെയിൻ റോഡ് കാണാം. വടക്കേപ്പള്ളി നമ്മൾ മെല്ലെ തുറന്നിട്ട് ഇങ്ങനെ പോയാൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ഉമ്മയോ ഉപ്പയോ അനിയനോ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പഠിച്ചവൻ അവരുടെയൊക്കെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ആമീൻ. വടക്കേപ്പള്ളി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിൻ്റെ രാത്രി വീഡിയോ ഇട്ടിരുന്നു. നല്ല രസമുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ വടക്കേപ്പള്ളി. മനസ്സിലായി കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ തന്നെ മുന്നേ വടക്കേപ്പള്ളിയുടെ വീഡിയോ ഇട്ടിരുന്നു. നല്ല രസമില്ലേ കാണാൻ? വടക്കേപ്പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടടാ. ഈ വലതേ സൈഡൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇതിലൂടെ നോക്കിയാൽ കാണുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലും GLP സ്കൂളൊക്കെ കാണുന്നുണ്ട്. പാല ഇറങ്ങി വന്നാൽ തൂവൽത്തീരത്തേക്ക് പോകുമ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾ പോകൽ. ഖബർസ്ഥാനിൽ ഇന്ന് വല്യമ്മാൻ്റെ ഓർമ്മ ദിനം ആണ്ടായതുകൊണ്ട് ഞങ്ങൾ തറവാട്ടിലെല്ലാവരും കൂടി വന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അസ്നാറ്റ് മൊല്ലക്ക എന്ന് പറയും വല്യപ്പാൻ്റെ പേര്. വല്യപ്പയും വല്യമ്മയും തൊട്ടടുത്ത ഖബറുകളിലാണ് കിടക്കുന്നത്. അപ്പം എല്ലാ വർഷവും ആണ്ട് ദിവസം ഞങ്ങൾ പേരക്കുട്ടികളും എളാപ്പന്മാരും എല്ലാവരും കൂടി, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടത്ത് വശത്തേക്ക് നോക്കിയാൽ കുട്ടികൾ കുളിക്കുന്നത് കാണാം. നല്ല പള്ളിക്കുളമുണ്ട്. നല്ല രസമല്ലേ? ഈ മഴക്കാലത്ത് നല്ല വെള്ളമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കുളിക്കാൻ നല്ല രസമുണ്ട്. ഞാനവിടെ പോയി നമ്മുടെ കൊച്ചു കൂട്ടുകാരായിട്ടൊക്കെ നല്ല കമ്പനി അടിച്ചു. നല്ല മക്കൾ, നല്ല എന്താ പറയുക, നല്ല ഫ്രണ്ട്ഷിപ്പ് മൈൻഡുള്ള മക്കൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ശരിക്കും അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വരുന്ന വഴിയാണിത്. ഇവിടെ ഒരു വലിയ തറവാട് വീട് ഉണ്ടായിരുന്നു, അതിപ്പോൾ പൊളിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലൊരു ബിസ്ക്കറ്റ് കമ്പനിയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പള്ളി. ഈ പള്ളീൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അറിയോ? പള്ളിക്കൊക്കെ ഓരോ പേരുണ്ടാവും. വടക്കേ പള്ളി അറിയില്ല നിനക്ക്? യെസ്, ഇതൊക്കെ നമ്മളെ നാടൻ വഴികളാണ്. ഇതൊക്കെ ഓരോ പള്ളികളാണ്. ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു പഴയ തറവാട് കാണാം. ഇത്തരം തറവാടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഇവിടെ ജീവിച്ചവരോ ഇവിടെ എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ആ സുഹൃത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.